ഹലോ. സോ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മളിന്ന് കൊച്ചിക്കാണ് പോകുന്നത്. ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം എൻ്റെ കൂടെ പഠിച്ചവരൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്കിടയിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി തലപതി. സോ നമ്മൾ ഒരു മീറ്റപ്പിന് പോവാണ്. 3 പേരേ ഉള്ളൂ. സോ നമ്മളങ്ങനെ ഓൺ ദ വേ നമ്മൾ ചേർത്തലയിലുള്ള ട്രാവൻകൂർ പാലസിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത്. 10:30ക്കാണ് നമ്മൾ മീറ്റപ്പ് പ്ലാൻ ചെയ്തത്. സോ പക്ഷേ ആസ് യൂഷ്വൽ ട്രാഫിക്കും ഒക്കെ കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. ഒരു 11 നമ്മൾ ചെന്നപ്പം 11 അടുത്തായി, 11 ഒരു 10:45 ഒക്കെ ആയി അങ്ങ് ചെന്നപ്പോഴത്തേക്കും. സോ അപ്പോൾ നമ്മൾ ആ മീറ്റപ്പിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഒത്തിരി ചാരിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് TBKയുടെ അണ്ടറിൽ. ബട്ട് ഇതുവരെയും നമുക്ക് അപ്പോഴൊന്നും എനിക്ക് മീറ്റപ്പിന് പല റീസൺസ് കാരണവും പോകാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴാണ് എന്നാൽ നമുക്ക് കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ പോകുന്നത്. അപ്പം 3 പേർക്കേ വരാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. എന്നാൽ 3 പേരും തമ്മിൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അപ്പം ഇന്നത്തെ മീറ്റിംഗ് ഒഫീഷ്യലി ഇപ്പം വന്നിരിക്കുന്നത് 3 അഡ്മിൻസ് വെച്ചിട്ടാണ്. സോ അങ്ങനെ അവരെ കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് വെച്ചിട്ടാണ് മീറ്റപ്പ് ആസ് യൂഷ്വൽ. സോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതല്ലാണ്ട് കുറേ ലൈവ് വോയിസസ് നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. സോ അതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത. സോ നമ്മളങ്ങനെ മറൈൻ ഡ്രൈവിലെത്തി. അവർ ഓൾറെഡി അവിടെ 2 പേരും അവിടെ വന്നായിരുന്നു. ഒരാൾ പാലക്കാട് നിന്നും ഒരാൾ കണ്ണൂരിൽ നിന്നായിരുന്നു വരുന്നത്. സോ അങ്ങനെ നമ്മളവിടെ നിൽക്കുവാണ്. അവർ വേറെ എവിടെയോ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടുപിട്ടിയപ്പം ഇവരെന്നെ പറ്റിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ ചെന്നപ്പോൾ അവർ എന്നെ കാണാത്ത പോലെയൊക്കെ നിന്നു, പക്ഷെ നടന്നില്ല. ഇവരാണ് ആ 2 പേർ, വിപിനും സിനുവും. ഇത് നമ്മുടെ ചാനലിൻ്റെ വെറും പ്രൊമോഷനാണ് കേട്ടോ ഇനി കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അവന്മാരെ കൊണ്ട് ചാനലിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ നടന്നു. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വന്ന പ്ലാനാണ്, നമുക്ക് എന്തായാലും വന്നതല്ലേ, നമുക്ക് വാട്ടർ മെട്രോയിലൊക്കെ ഒന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ നോക്കാമെന്ന്. ഞങ്ങൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു ഐഡിയ ആണ്. അപ്പം എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വിപിന് മാട്രിമോണി കൊടുക്കാനാണെന്ന് തോന്നുന്നു അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വാട്ടർ മെട്രോയിലോട്ട് വെച്ച് പിടിച്ചു. അത് മറൈൻ ഡ്രൈവിൽ തന്നെയാണ് വാട്ടർ മെട്രോ. അപ്പം അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് നമ്മളെ ബോൾഗാട്ടിയിലോട്ടും വൈപ്പിനിലോട്ടുമായിരുന്നു സർവീസ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ബോൾഗാട്ടി പോവാം, ബോൾഗാട്ടി പാലസൊക്കെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് നമ്മളവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ബോൾഗാട്ടിയിലോട്ട് ഇന്ന് സർവീസ് ഇല്ല, പകരം ഇന്ന് വൈപ്പിൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ എന്നാൽ ഓക്കെ വൈപ്പിന് പോവാം. അപ്പം 20 മിനിറ്റ്സ് ആണ് അങ്ങോട്ട് ആൻഡ് തിരിച്ച് 20 മിനിറ്റ്സ്. അപ്പം മൊത്തം 40 മിനിറ്റ്സ് ആണ് നമ്മുടെ ജേണി. അങ്ങനെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ഗേറ്റ്സിലെത്തി നമ്മൾ എൻട്രി ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ മറ്റേ മെട്രോ കാർഡ് പോലെ ഒരു ടിക്കറ്റാണ് ഇവിടെയും തരുന്നത്. അങ്ങനെ ഇപ്പം നല്ല ക്യൂ ഉണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പം. അങ്ങനെ നമ്മൾ 4 പേരും ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോയിലോട്ട്. അപ്പം നമ്മളവിടെ ഇങ്ങനെ നടന്ന് വാട്ടർ മെട്രോയിലോട്ട് കയറുവാണ്. നമ്മൾ ആ സൈഡിൽ കാണുന്ന, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ. അപ്പം നമ്മളിത് നേരെ വൈപ്പിനിലോട്ടാണ് പോകുന്നത്. വൈപ്പിനിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഇതിനകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം, മെയിൻ ഉദ്ദേശം അതാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് തിരിച്ച് അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, തിരിച്ച് മറൈൻ ഡ്രൈവിലോട്ട് വരിക, ആണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ മെട്രോ ടൈപ്പ് തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും നമുക്ക് നിൽക്കാനൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് അടിപൊളി പരിപാടി. അവിടെ കുറേ അങ്കിളുമാർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവർ നല്ല എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി. അപ്പോൾ നമുക്കും കുറച്ച് ചില്ലിങ് ആയി, ബോർഡൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ നമുക്ക് അവരുടെ പാട്ടൊന്ന് കേട്ടാലോ. അവിടെ അങ്കിളുമാർ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. അന്താക്ഷരി കളിക്കൊന്നും ആദ്യം ഞങ്ങൾ വിചാരിച്ചു അന്താക്ഷരി എന്തോ കളിക്കുകയാണെന്ന്, ബട്ട് അല്ലായിരുന്നു.
അവർ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു നമ്മൾ വൈപ്പിന് എത്തുന്നിടം വരെ. അതുകൊണ്ട് നമുക്കൊരു ബോറിംഗ് ഒന്നും വന്നില്ല. അപ്പോൾ അത് ആ ഓപ്പോസിറ്റ് നമ്മുടെ പാരലായിട്ട് വേറൊരു വാട്ടർ മെട്രോയും കൂടെ പോകുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വൈപ്പിൻ തിരിച്ച് പോകുവാണ് ഈ മറൈൻ ഡ്രൈവിലുള്ള വാട്ടർ മെട്രോ ഹൈക്കോട്ടാണ് കേട്ടോ അതിൻ്റെ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പം നമ്മളങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അവിടെ സൈഡിൽ കൂടെ ഷോർട്സിനുള്ള വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അവർ കുറേ ആൻറ്റിമാരൊക്കെ ഉണ്ട്, അങ്കിൾമാരുണ്ട്, അങ്ങനെ കുറച്ച് പേര്. അങ്ങനെ നമ്മൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്കിൾമാരുടെ പാട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ട് കാരണം നമുക്ക് അറിഞ്ഞതേ ഇല്ല നമ്മൾ വൈപ്പിന് എത്തിയ കാര്യം പോലും. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റ്സ് ഉണ്ട് അങ്ങോട്ടും, തിരിച്ച് 20 മിനിറ്റ്സ് ഇങ്ങോട്ടും. അങ്ങനെ നമ്മൾ വൈപ്പിനെത്തി, വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് അവിടുത്തെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. നമ്മൾ അവിടെ ചെന്നു. അപ്പം ഇവിടെയുള്ള മിക്കവാറും നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് പോകാൻ. എല്ലാവരും ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് മോസ്റ്റ്ലി എല്ലാവരും. അങ്ങനെ നമ്മൾ വീണ്ടും ക്യൂയിൽ നിന്നു നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. നമ്മൾ വീണ്ടും അകത്ത് കയറാനുള്ള നമ്മുടെ അടുത്ത വാട്ടർ മെട്രോയിലോട്ട് കയറാൻ ഹൈക്കോർട്ട് ജംഗ്ഷനിലോട്ട് പോകാനുള്ള അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിന്ന് നമ്മളങ്ങനെ നമ്മുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് ഇനി 20 മിനിറ്റ്സ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന അങ്കിൾമാർ ഇതിനകത്തും ഉണ്ടെന്ന്. അപ്പോൾ അവരും തിരിച്ച് നമ്മളെ പോലെ തന്നെ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. തിരിച്ചും അവരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ബോറടിയൊന്നും ഇല്ലാണ്ട് തിരിച്ചും സുഖമായി പടക്കം കേട്ട് യാത്ര ചെയ്യാം ആയിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അപ്പം അതാ നമുക്ക് വേണ്ടിയിട്ട് വിപിനും സിനും കൂടെ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇപ്രാവശ്യം സീറ്റ് കിട്ടി. അപ്പം നിന്ന് മാത്രം ആ വാട്ടർ മെട്രോയിൽ പോയെന്ന് ആരും പറയണ്ട, ഞങ്ങൾ ഇരുന്നും പോയി. അങ്ങനെ നിന്നപ്പോൾ ഇത് ഏതോ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ചേട്ടന്മാരാണ്. അവരും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഏതോ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചേട്ടന്മാരാണത്. അപ്പം നമ്മളങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നു. സൈഡിൽ ഇരുന്ന് സിനുവും വിപിനും കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞാൻ അവിടെ ഇരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ ഇതെല്ലാം വീഡിയോ എടുത്ത് എന്നെ ഒന്നെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ 24th അത് എൻ്റെ ട്രോളായിട്ട് റിലീസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അത് വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ട്രോള് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എനിക്കത് പ്രശ്നമല്ല. അപ്പം ഞങ്ങൾ തിരിച്ച് ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി, അതായത് മറൈൻ ഡ്രൈവിലെത്തി. അപ്പം അതാ നമ്മുടെ തംബ്നെയിലിന് എടുക്കാനുള്ള ഫോട്ടോ ഒക്കെയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങി. അങ്ങനെ ഷോർട്സ് ഇടാനുള്ളതൊക്കെ എടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ. പിന്നെ ഇവന്മാർ രണ്ടുപേരും എന്നെ ട്രോളാൻ വേണ്ടി മാത്രം വന്നതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ട്രോൾ വീഡിയോസാണ് എല്ലാം. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇപ്പോൾ എറിഞ്ഞാൽ പൊട്ടുന്നൊരു സാധനം, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ചുമ്മാ ഒരു കുഞ്ഞു സാധനം, അത് ചുമ്മാ താഴോട്ടിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയൊന്ന് കണ്ടു നോക്കുക. നല്ല കോമഡി ആയിരുന്നു. ആക്ച്വലി എനിക്കത് എറിഞ്ഞ് പൊട്ടിക്കാൻ അറിയത്തില്ലായിരുന്നു. ആദ്യം ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. പക്ഷെ പിന്നെ ഞാൻ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ പോയത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബ്രോഡ്വേയിലോട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം ക്രിസ്മസ് വൈബ് ബ്രോഡ്വേയിലാണ്. അങ്ങനെ നമ്മൾ നേരെ എന്നാൽ ക്രിസ്മസ് അല്ലേ നമുക്കും പോവാം ബ്രോഡ്വേയിലോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളും പോയി. പക്ഷേ ആ സമയത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു. ഇതൊരു സൺഡേ ആയതുകൂടെ കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാം. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീസ്, അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം അടിപൊളി സാധനങ്ങളായിരുന്നു എല്ലാം. നമ്മൾ ആദ്യം വിചാരിച്ചു കാർ എടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാൽ മറൈൻ ഡ്രൈവിലെ പാർക്കിങ്ങിൽ തന്നെ കാർ ഇട്ടിട്ട് നമ്മൾ 4 പേരും കൂടെ നടന്ന് ബ്രോഡ്വേയിലെത്തി. എല്ലാം ഇതൊക്കെ അവിടെ ഉള്ള നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മീൻസ് ഈ മേടിച്ചിട്ട് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ അല്ലാണ്ട് ഒരെണ്ണം മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം മെയിൻലി അതിനും കൂടെയാണ് ഇതിന് ബ്രോഡ്വേയിലോട്ട് വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അത് ഉപേക്ഷിച്ചു. പക്ഷേ എന്നാലും ക്രിസ്മസ് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്തൂടെ നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല റഷ്. പിന്നെ
അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ പോകുന്നത്. സോ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വേണ്ടവർ അവിടെ പോയി മേടിച്ച് കാണും. ഇത് ഓൾറെഡി ഈ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ്. ഇതൊരു ക്രിസ്മസ് വ്ളോഗായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. അത് കാരണം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത് ഇത്രയും. അപ്പോൾ നമുക്ക് ക്രിസ്മസിനെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറും ചെയ്ത് ലൈവായിട്ട് പോകേണ്ട വോയിസ് എല്ലാം അങ്ങനെ ആക്കി കഷ്ടപ്പെട്ട് ചെയ്തൊരു വ്ളോഗാണ് ഗൈസ്. നിങ്ങളിതിന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ നടന്ന് ബട്ട് ചില സ്ഥലത്തെത്തുമ്പം നമുക്ക് പകലാണ് നമ്മൾ പോയെന്ന് പോലും തോന്നത്തില്ല. ലൈക്ക് അത്രയ്ക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കുറേ ലൈറ്റ്സ്, സ്റ്റാർസ്, പിന്നെ ഇത് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. ഞാൻ ഇതല്ല ഉദ്ദേശിച്ച മെറ്റീരിയൽ, വേറൊരു ഗ്രീൻ കളർ. ലൈക്ക് ഇപ്പം നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും, ഇപ്പം ഒത്തിരി യൂട്യൂബ് ഷോർട്സിലും റീൽസിലും ഒക്കെ ഇങ്ങനെ നമ്മൾ മേക്ക് ചെയ്യുന്ന ക്രിസ്മസ് ട്രീയുടെ ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പം അതിനകത്ത് കാണുന്ന ആ ഗ്രീൻ മെറ്റീരിയലായിരുന്നു എനിക്ക് വേണ്ടത്. ബട്ട് കൂടുതൽ അവിടെ ഗ്രീൻ വലുതായിട്ട് ആ മെറ്റീരിയൽ കിട്ടുന്നില്ലായിരുന്നു. കൂടുതലും ഈ ഗ്ലിറ്ററി മെറ്റീരിയലായിരുന്നു. അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തു ശരിക്കും. പിന്നെ നമ്മൾ ചെന്നെടുത്ത് അത് ഉള്ളിടത്ത് തന്നെ നമ്മൾ ചെന്ന് ചോദിച്ചപ്പം നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇച്ചിരി അത്യാവശ്യം ഹൈറ്റ് വീതിയൊക്കെ ഉള്ള ഒരു ക്രിസ്മസ് ട്രീ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 9 പീസസ് എങ്കിലും വേണം. അതായത് ഇത് 9 ഇതൊരു സ്ട്രിപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 9 എണ്ണമെങ്കിലും അതിൻ്റെ വേണം. അപ്പം അവിടെ ചെന്നപ്പോൾ അതുള്ളിടത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത് അത്രയും കിട്ടത്തില്ല, അവിടെ ഇല്ലായിരുന്നു, സ്റ്റോക്ക് ഔട്ടായി പോയതാണ് ശരിക്കും. അപ്പം സോ നമ്മളത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ എന്നാലും എല്ലാ സ്ഥലവും ഞങ്ങൾ പോയി കണ്ടു, എല്ലാത്തിൻ്റെയും വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പം നമ്മൾ സ്റ്റാർസ് ഇവിടെ വിലക്കുറവായിരുന്നു. പക്ഷേ കൊല്ലത്ത് ഒരു സ്റ്റാർ മേക്കിംഗ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർ എടുത്തത്. ഇപ്പോൾ അതിൻ്റെ പക്ഷേ ആക്ച്വലി അന്ന് നമ്മളത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബ്രോഡ്വേയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോയത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫോറം മാളിലോട്ടാണ്. അപ്പം നമ്മളാരും അവിടെ പോയിട്ടില്ല. അപ്പം എന്നാൽ എല്ലാ പ്രാവശ്യം ലുലുവിലല്ലേ പോകുന്നത്, ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഫോറം മാളിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വിട്ടു. അവിടെയും വിപിൻ മാട്രിമോണി കൊടുക്കാനുള്ള ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പിസ്സ ഹട്ടിൽ കയറി പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുക. സിനുവിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിപിൻ പിസ്സ കഴിച്ചിട്ടില്ലാത്ത വിപിനെ കൊണ്ട് നമ്മൾ പിസ്സ കഴിപ്പിച്ചു. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ താഴെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു, അതായത് ലുലു ഡെയിലി. അവിടെ പോയി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും സിനു പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അത് വിപിൻ്റെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ 5:30 ഇവരുടെ ട്രെയിൻ. നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അടുത്ത പ്രാവശ്യം തലശ്ശേരിയിൽ മീനു ചേച്ചി ഹസ്ബൻഡും കൂടി വരുന്നതാണ്. നമുക്ക് അടിച്ച് പൊളിക്കുന്നതാണ് ഒരു ഫുൾ ഡേ. ഓക്കെ, രാവിലെ തന്നെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഇറങ്ങിക്കോ. രാവിലെ തൊട്ട് രാത്രി ഫുൾ വൈബ് തലശ്ശേരിയിൽ. ഓക്കെ സെറ്റ്. അപ്പോൾ ഗുഡ് ബൈ. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഗുഡ് ബൈ. ബൈ ബൈ. അപ്പോൾ അങ്ങനെ അവർ അവിടെ ആക്കി അവർ പോയി. സോ ഞാൻ നേരത്തെ സിനുവിൻ്റെ സ്ഥലം എവിടെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ആക്ച്വലി അവൻ്റെ സ്ഥലം തലശ്ശേരിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു തലശ്ശേരി വ്ളോഗ് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അഫ്കോഴ്സ് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ തിരിച്ച് വീട് പിടിക്കാം. ക്രൗൺ പ്ലാസയൊക്കെ കണ്ട് കൊച്ചിയോട് നമ്മളങ്ങനെ വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരക്കി നടക്കുമായിരുന്നു ഒരു കഫേ. അങ്ങനെ കിട്ടിയതാണ് ഈ കഫേ. ഇത് NSS യൂണിറ്റിൻ്റെ അണ്ടറിൽ കുറേ ചേച്ചിമാർ നടത്തുന്ന കഫേയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല കഫേ ആയിരുന്നു.
ആ സമയത്ത് പോലും നല്ല ചൂടുള്ള വടയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇത് പത്മ കഫേ എന്നാണ് ആ കഫേയുടെ പേര്. നമ്മുടെ ചേർത്തല തന്നെയാണ് ഇത് വരുന്നത്. നമ്മൾ തിരിച്ച് എറണാകുളം ടു മാവേലിക്കര വരുമ്പോഴത്തേക്കും ട്രാവൻകൂർ പാലസിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുവാണ്, രാത്രിയായി. സോ അത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ നവകേരള സദസ്സിൻ്റെ സ്റ്റേജൊക്കെ കണ്ട് നമ്മൾ തിരിച്ചങ്ങനെ സംസാരിച്ച് കത്തിയൊക്കെ വെച്ച് തിരിച്ച് പോകുവാണ്. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.